കോഡ് സെറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് പേൾ പെന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബോയുടെ കോട്ടിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് കോളർ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഞാൻ നോക്കാം. ഫ്രണ്ട് ഫുള്ള് ഓപ്പൺ വയ്ക്കുന്നില്ല. കോളർ വരുന്നത് ഇതാ ഇങ്ങനെ ഡബിൾ കോളർ വരുന്ന രീതിയിലുള്ള കോളറാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ ഓപ്പൺ വയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ പോലത്തെ തന്നെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം അടിച്ചു പിടിപ്പിക്കാം. ഇത് ഫുള്ളായിട്ട് മുകളിൽ നിന്ന് തുടങ്ങി ഞാൻ അടിക്കുന്നില്ല. കുറച്ച് ഭാഗം ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് ഇട്ടിട്ട് അവിടെ നിന്നാണ് അടിക്കുന്നത് കേട്ടോ. ഈ 1.5 ഇഞ്ച് കോളറിൻ്റെ താഴെ മടങ്ങി കിടക്കേണ്ട ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ച് മറിച്ച് പതിച്ചടിക്കണം. മറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സെൻറ്ററിൽ അടിച്ചിട്ടുണ്ടല്ലോ വി പോലെ, അതായത് സെൻറ്ററിൽ ഓപ്പണിങ് ഇടാനുള്ള ആ ഭാഗം 2.5 ഇഞ്ചോളം അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗം നമുക്ക് നേരെ വെട്ടിക്കൊടുക്കാം. അപ്പോൾ ആ കോർണർ വെട്ടിക്കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് താഴോട്ട് വെട്ടിപ്പോകാത്ത രീതിയിൽ വെട്ടിക്കൊടുക്കുക. പിന്നെ ആ കോർണർ രണ്ടും വരുന്നതും അതും ചെറുതായിട്ട് നോച്ചിട്ട് കൊടുക്കുക. എങ്കിലേ നമുക്ക് മറിച്ചെടുക്കുമ്പോഴേക്കും ആ കോർണർ പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കോർണർ വെട്ടി കൊടുക്കുമ്പോഴേക്കും നോച്ചിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ എക്സസായിട്ട് നിൽക്കുന്ന ആ ഭാഗം, ആ കൂർത്തങ്ങനെ നിൽക്കുന്നില്ല കുറച്ച്, ആ ഭാഗം നമുക്ക് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ മറിച്ചെടുക്കുമ്പം ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കില്ല കേട്ടോ. നല്ല ഷേപ്പിൽ തന്നെ ആ പോയിൻ്റ് വരും. ഇനി ഇത് പതിച്ചടിക്കുമ്പം ഷോൾഡറിൽ നിന്ന് തന്നെ അടിച്ചേക്കണം കേട്ടോ. 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം അടിക്കാനായിട്ട്. കാരണം ഷർട്ടിൻ്റെ കോളർ തയ്ക്കുമ്പോഴേക്കും നെക്ക് നമ്മൾ ചുരിദാറിൻ്റെ തയ്ക്കുന്ന പോലെ അരികത്തിട്ട് അടിക്കില്ല, കുറച്ച് നീക്കിയിട്ടിട്ട് അടിക്കുള്ളൂ. എന്നാലേ കോളർ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പതിച്ചടിക്കുന്ന സമയത്ത് എഡ്ജിലിട്ട് അടിക്കരുത്, 1/4 ഇഞ്ച് നീക്കിയിട്ടിട്ട് വേണം അടിക്കാനായിട്ട്. അടിച്ചിട്ടില്ല, ഇവിടം വരെ പതിച്ചടിച്ചിട്ടുള്ളൂ. ബാക്കി തയ്യൽ തുമ്പ് തന്നെയാണ് മറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് പതിച്ചടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വരാനുള്ളതാണ്. കോളറിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഡബിൾ കോളറിൻ്റെ ഇത് ഫോൾഡ് ചെയ്ത് വരാനുള്ളതാണ് കേട്ടോ. ഇനി ഫ്രണ്ട് പീസിൻ്റെ ആം ഹോള് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കണം. ബാക്ക് പീസ് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. അന്നേരം കോളറിന് നമുക്ക് അളന്നെടുക്കാൻ പറ്റുള്ളൂ. ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത ശേഷം നെക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നെക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന്, അതായത് ഈ പതിച്ചടിച്ചിരിക്കുന്ന ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗം വരെ അളന്ന് നോക്കാം. ഈ റൗണ്ട്, കോളറിൻ്റെ റൗണ്ട് എത്ര വരും എന്ന് അളന്ന് നോക്കിയിട്ട് കോളർ വെട്ടാം കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ കോളറിന് അളവെടുക്കുന്നത്. ഇങ്ങനെ ഇട്ടിട്ടാണ് കോളറിന് അളവെടുക്കുന്നത്. ഇവിടെ മുതൽ ഇങ്ങനെ 10.5 ഇഞ്ചാണ് കേട്ടോ കോളറിൻ്റെ നീളം വരുന്നത്. അപ്പം ഈ ഇവിടുന്ന് ഇവിടം വരെ 10.5 ഇഞ്ചാണ്. 3/4 ഇഞ്ച് ഇവിടെയും 3/4 ഇഞ്ച് ഇവിടെയും ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഭാഗം വരുന്ന ഇതാണ്. അപ്പോൾ കോളറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇച്ചിരി കൂടുതൽ ഇങ്ങനെ സ്ലാൻഡിങ് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കേട്ടോ. കോളർ അയൺ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോളറിൻ്റെ 3 വശം അടിച്ചിട്ടുണ്ടേ. താഴെ കാണുന്ന ഭാഗം മാത്രം അടിക്കില്ല, അത് നമ്മൾ ഷർട്ടിൽ പിടിപ്പിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്ക് മോൾ ഭാഗവും സൈഡ് ഭാഗവും മാത്രമാണ് അടിച്ച് പതിച്ചടിക്കുന്നത്. കോളർ അടിച്ച് മറിച്ച് അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബോട്ടിലോട്ട് പിടിപ്പിക്കാം. കോളർ പിടിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ഷർട്ടിൻ്റെ പീസ് വിടർത്തിയിട്ടിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കോളറിൻ്റെയും സെൻറ്ററിൽ പിടിപ്പിക്കുന്ന ഭാഗത്ത് 2 പീസും ചേർത്ത് തന്നെ നോച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ നോച്ചിട്ട് കൊടുത്തത് രണ്ടും തമ്മിൽ ചേർത്ത് പിൻ ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പം ചിലപ്പം നെക്ക് വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വലിക്കുമ്പോൾ ഒരു വശത്തേക്ക് കോളർ എത്താതെയൊക്കെ വരും. അപ്പോൾ സെൻറ്റർ തമ്മിൽ ആദ്യം തന്നെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും അടിക്കുക. പിൻ ചെയ്ത ശേഷം തയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് 2 സൈഡിലേക്കും കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന് ഒന്ന് നോക്കണം കേട്ടോ. അതായത് നമ്മൾ വലിച്ചു പിടിക്കാതെ വേണം ചെയ്യാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് ആ എഡ്ജിലും കൂടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് തയ്ക്കാൻ തുടങ്ങാം.
ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളറിൻ്റെ 2 പീസും ഒരുമിച്ച് അടിപ്പ് വീഴരുത്. ഒരു വശം മാത്രം മറ്റേ ഭാഗം നീക്കി പിടിച്ചിട്ട് ഒരു വശം മാത്രം അടിച്ചെടുക്കുക. ഇനി ഷർട്ട് തിരിച്ചു വെച്ചിട്ട് നമുക്ക് കോളറിൻ്റെ അപ്പുറത്തെ പീസും കൂടെ പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ പതിച്ചടിച്ചു കൊടുത്ത ശേഷം മൊത്തമായിട്ടൊന്ന് 1/4 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുന്നത് നന്നായിരിക്കും. ഇനി അത് ഷർട്ട് കോളറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറും എല്ലാം ഒരുമിച്ച് വെക്കുക. അതുപോലെ കോളറൊന്ന് ഫോൾഡ് ചെയ്തൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. പിന്നെ കോളർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സ്ലീവ് തയ്ച്ച് പിടിപ്പിക്കാം. സൈഡൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൈയും സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടി മടക്കാം. കൈയിൻ്റെ അടി മടക്കത്തേക്ക് കേട്ടോ. അങ്ങനെ ഷർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? അപ്പോൾ ബോയുടെയും കോട്ട് സെറ്റ് ഇവിടെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ പാൻറ്റിൻ്റെ വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.